ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ധ്രുവ്കുട്ടിയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ക്യാമറ വെച്ചപ്പോൾ ഞാൻ ഇടയിൽ ക്യാമറയുടെ ആ മുകളിലുള്ള ഒരു ഇതിന് ചെറിയ പ്രശ്നമുണ്ട്. അത് മൊബൈൽ വെക്കുമ്പോൾ അതിൻ്റെ ഇതിൽ പെട്ടെന്ന് നമ്മൾ അറിയത്തില്ല, പതുക്കെ പതുക്കെ ക്യാമറ താഴും. അങ്ങനെ എൻ്റെ തല കാണാനില്ല. ഞാനത് റെക്കോർഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവനെ ഞാൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൽ നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്, അവനെ എടുത്ത് എൻ്റെ തല കട്ടാണ്. അപ്പം കുഴപ്പമില്ല, ധ്രുവിനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണല്ലോ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഉച്ചയ്ക്ക് അവന് ഭക്ഷണം കൊടുക്കാൻ ഉച്ച സമയമാണ്. ഞാൻ പഠിച്ച് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് അവനെ ഒന്ന് കളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. അത് കഴിഞ്ഞ് അവന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ വെളിയിലേക്ക് കിച്ചണിലേക്ക് പോയി. അപ്പോൾ എന്നെയും വെയിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആരുമില്ല, ക്യാമറ ഓണാണ്. അപ്പം എന്നെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അവന് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ കളി തുടങ്ങി. ഊരിപ്പോയേ എടാ, മര്യാദയ്ക്ക് കാല് വെച്ച് നടക്കാം. എന്നെ മാന്താനല്ല പറഞ്ഞത്, പോയി മര്യാദയ്ക്ക് കാലൊക്കെ കയറ്റി വെച്ച് കടിച്ച് പറിക്കുക ചെറുക്കൻ. കൊണ്ട് സാധനം കടിക്കുന്നേ. എൻ്റെ കൈ മുറിഞ്ഞു ധ്രുവ്. അടി അടി. നിനക്കിപ്പോൾ എത്ര വയസ്സായി? 3.5. എത്ര? 3.5 ബേബി, 3.5 മന്ത് ബേബിയാണ്. 3.5 ബേബി. ഭയങ്കര കുരുത്തം കിട്ട ബ്രില്യൻ ബോയാണ്. ഭയങ്കര ബുദ്ധി കേട്ടോ, ഭയങ്കര ബുദ്ധി. എന്ത് ചെയ്യണമെന്ന് സ്വയം കണ്ടുപിടിച്ച് നല്ല കുട്ടിയാണ്. പക്ഷെ കടി ഒരു രക്ഷയില്ല. എന്നെ കടിച്ച് കടിക്കുന്ന കണ്ടോ? ഞാൻ കാണിച്ചു കൊടുക്കും വീഡിയോയിൽ. കണ്ടോ എൻ്റെ ചെറുക്കൻ എന്നെ കടിക്കുന്നത്? എൻ്റെ കളി. ആടാ, ഫുഡ് തരുന്നതിനെ എന്നെ പിടിച്ച് കടിച്ച് തിന്നടാ. എടാ, നിന്റെ പല്ല് മൂർച്ചയുള്ളെന്നുള്ള വിചാരം ഉണ്ടാ? ഇത് എൻ്റെ ഒരു കടീരാമൻ. എനിക്കും അറിയാം കടിക്കാൻ. ഞാനും കടിക്കും നിന്നെ. ഞാനും കടിക്കും. ധ്രുവിനെ ഞാനും കടിക്കും. വായും തുറന്നു വരുന്നുണ്ടോ? ആ ബോള് പോയി കളിച്ചോ. ജിമ്മിൻ്റെ ബോൾ എന്തിയേ? ബോൾ. ഇപ്പോൾ ഈ ഒരു 4 മാസത്തേക്ക് കടക്കാൻ പോകുന്ന 3.5 കഴിഞ്ഞു. ഇപ്പം 4ലേക്ക് കടക്കാൻ പോകുമ്പോൾ പല്ല് ചെറുതായിട്ട് ഇങ്ങനെ കൊഴിയുന്നൊക്കെയാണ് ഞാൻ ശരിക്കും അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. ഒരു 4 മാസം 5 മാസമൊക്കെ ആകുമ്പോൾ പല്ല് കൊഴിഞ്ഞ് പുതിയ പല്ലിലേക്ക് മാറും. അപ്പോൾ അതിൻ്റെ ഒരു മേളമാണ്. എല്ലാം പിടിച്ച് കടിക്കുക. പിന്നെ അതിൻ്റെ അമ്മയോടൊക്കെ കളിക്കേണ്ട പ്രായമാണ് ഈ സമയത്തെ. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ അമ്മേൻ്റെ അടുത്ത് കളിക്കുന്ന പോലെ തന്നെ നമ്മളെ അടുത്ത് വന്നിട്ട് നമ്മളോട് എന്തെങ്കിലും പറയണമെങ്കിൽ കടിച്ചിട്ടൊക്കെയാണ് പറയുക. പണ്ട് ജിമ്മൊക്കെ ആണെങ്കിൽ ജിമ്മു കൈ വെച്ചിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുക. അത് ഇവൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇവൻ കൈ അധികം ഉപയോഗിക്കത്തില്ല. ഇവൻ വായി വെച്ച് നല്ല കടിച്ചിട്ടൊക്കെയാണ് കാര്യം പറയണത്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒക്കെ വന്നിട്ട് കടിയാണ്. ഇവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ജിമ്മൂസിൻ്റെ ബോൾ. ഞാനിങ്ങനെ ഉരുട്ടി കൊടുത്താൽ എടുത്തുകൊണ്ട് വരും. പിന്നെ ഇവിടെ ഗ്രീൻ ഗ്രാസ് ഞാൻ എടുത്തുകൊണ്ട് പോയി അത് ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോയി. അപ്പോൾ അവന് ശരിക്കും പറഞ്ഞാൽ വെള്ളം നനഞ്ഞിട്ടുണ്ട് കാലിൽ. വെള്ളം കുടിക്കാൻ പോകുമ്പോൾ അത് കാലിലാക്കിയിട്ട് വരും. അപ്പോൾ അവന് ശരിക്ക് ഈ ഒരു ഇതിൽ നിൽക്കാൻ വയ്യ. അവൻ്റെ ബാക്കിലത്തെ കാല് ശരിക്കും പറഞ്ഞാൽ പിന്നെ കുറേയൊക്കെ എനിക്ക് അവൻ ചെയ്യുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. അവന് നടക്കാൻ അറിയത്തില്ല. പക്ഷേ വെപ്രാളം കൂടുമ്പോൾ അവൻ ഇതുപോലെ പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ലിപ്പാവുന്ന കാണാം. അപ്പോൾ ഇപ്പോൾ ഹരമാണ് കേട്ടോ, കളിക്കാനുള്ള ഹരം. അപ്പോൾ കാല് നിൽക്കുന്നില്ല. ഞാൻ അതിനാണ് ഗ്രീൻ ഗ്രാസ് ഇട്ട് കൊടുത്തത്. കാരണം കാലിങ്ങനെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേക്ക് കാലിന് പ്രശ്നം വരും. അപ്പോൾ അതിന് ഒരു അവസരം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ഗ്രീൻ ഗ്രാസ് റൂമിലിടുന്നത്. പിന്നെ ഇവിടുത്തെ താഴത്തെ വീടിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈൽസിന് ഭയങ്കര മിനുസമാണ്. അതും കൂടെ ഉണ്ട് അവൻ ഈ ഒരു പ്രശ്നം വരാനുള്ള കാരണം. പക്ഷെ അവൻ നടക്കുന്നുമുണ്ട് ചില സമയത്ത്. ഇടയ്ക്ക് തോന്നും അവനൊരു രസം പിടിച്ച് അവൻ ചെയ്യുന്നതാണെന്ന് തോന്നും. എന്തായാലും ഇപ്പോൾ ഒരു കളിപ്രായമാണല്ലോ.
പിന്നെ ഇപ്പം ഞങ്ങൾ കൂടെ 1 മാസം ഉള്ളപ്പോഴാണ്, 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വന്നത്. ഇപ്പം അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് 4 മാസം ആവാൻ പോകുന്നു. അപ്പം 3.5 കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കുരുത്തക്കേടുകളെല്ലാം കയ്യിലുണ്ട്. പിന്നെ ഇതുപോലെ കളിക്കണം. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ എല്ലാ സാധനവും എടുത്ത് വലിച്ച് താഴെയിട്ട് കളിക്കും. അത് എന്തൊക്കെ നമ്മൾ കുട്ടികൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ അതേ പ്രായത്തിലുള്ള കൊച്ചുങ്ങൾ ഇതേപോലെ തന്നെയാണ്. എല്ലാ സാധനങ്ങളും എടുത്ത് വായിലിടുക, അതേ കളി തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ ഇപ്പം കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് റൂമിലിടുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ബുക്ക് അസൈൻമെൻറ്റ് ഒരു ദിവസം വലിച്ച് താഴെ ഇട്ടു, ബുക്ക് വലിച്ച് താഴെ ഇട്ടു, സ്കെയിൽ വലിച്ച് താഴെ ഇട്ടു, പെൻസിൽ എടുത്തുകൊണ്ട് പോയി, പെന്നെടുത്തുകൊണ്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം അവന് എത്തുന്ന രീതിയിൽ മേശമേലൊക്കെ നല്ലോണം കയറി അവൻ നിൽക്കും. എടുക്കാൻ സാധനങ്ങളൊക്കെ എത്തിയെടുക്കാൻ പറ്റുന്നൊക്കെ അവൻ എത്തിയെടുക്കും. പിന്നെ ഇവൻ്റെ കടിയാണ് സഹിക്കാൻ പറ്റാത്തത്, സത്യം പറയാം. പക്ഷേ ഹസ്ബൻഡിനെ കടിക്കത്തില്ല. അതെന്ന് വെച്ചാൽ നല്ല വിരട്ടും. എൻ്റെ സൗണ്ടിനേക്കാളും നമ്മളെ സൗണ്ടൊന്നും അത്ര പ്രശ്നമല്ല. അവന് പേടിയെന്ന് പറയുന്നത് തൊട്ട് വെച്ചിട്ടില്ലാത്ത സാധനമാണ്. ജിമ്മൂസിനെയൊക്കെ ഒന്ന് വിരട്ടി കഴിഞ്ഞാൽ അവന് ഭയങ്കര പേടിയാണ്. അവന് അങ്ങനെ ഇതായിട്ട് നിൽക്കത്തില്ല. പക്ഷേ ഇവൻ നമ്മൾ വിരട്ടിയാലും കുറച്ച് നേരം പിടിച്ചിരിക്കും. ഏറ്റവും ഇഷ്ടം ജിമ്മൂസിൻ്റെ ബോളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് ഓരോന്ന് എടുത്തുകൊണ്ട് വന്ന് കളിക്കുകയാണ്. ഇങ്ങനെ പിടിച്ച് വലിക്കി, അല്ലെങ്കിൽ ബോൾ അങ്ങോട്ട് തട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. പിന്നെ എൻ്റെ മേലേക്ക് ഇപ്പം കസേരയിൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇപ്പം ചാടി കയറി ഇരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മിക്കവാറും 4 മാസം കഴിയുമ്പോഴത്തേക്ക് അവൻ എല്ലാ കുരുത്തക്കേടും കാണിക്കും. അതാണ് കണ്ടുകൊണ്ട് വരുന്നത്. അപ്പം വളർന്നതിനനുസരിച്ച് അതിൽ വ്യത്യാസം വരും. കുറച്ചുകൂടെ ഒരു 6-7 മാസം ആകുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പറയുന്നതിൻ്റെ ഒരു ലെവൽ, കാരണം അതിനനുസരിച്ചായിരിക്കണം നമ്മൾ അങ്ങോട്ട് ട്രെയിനിങ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ കേട്ട് നമ്മൾ പറയുന്നതിനനുസരിച്ച് നിൽക്കും. ഇപ്പം അത് പറഞ്ഞാലൊന്നും കേൾക്കില്ല. കാരണം 3-4-5 മാസം ഒരു 5 മാസം വരെയും നമ്മൾ പറഞ്ഞ ഒരു വക കേൾക്കില്ല. നമ്മൾ കടിക്കണ്ടെന്ന് പറഞ്ഞാലും അവൻ വന്ന് കടിക്കും. ഇവനാണെങ്കിൽ പേടിയെന്ന് പറയുന്നില്ല, അതുകൊണ്ട് വിരട്ടിയിട്ടും കാര്യമില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് ഒരു ചെറിയ അടിയൊക്കെ കൊടുക്കും മൂക്കിന്, കാരണം അവൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പേടിച്ച് കുറച്ച് നേരം ഒന്ന് മാറി പണങ്ങി പോയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിവൻ വന്നതിന് ശേഷം, ഞാൻ ജിമ്മു പോയതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ 13 വർഷം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു ജിമ്മൂസ്. എനിക്ക് ശരിക്കും എന്തോ ഒരു ഉമാരിയായിരുന്നു ഞാൻ. എനിക്ക് ഭയങ്കര വിഷമം, എനിക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു അവൻ പോയത്. എനിക്കിപ്പോഴും അവൻ്റെ വീഡിയോസൊക്കെ എൻ്റെ യൂട്യൂബിലുണ്ട്. അതെല്ലാം കാണുമ്പോൾ എനിക്കിപ്പോഴും കരച്ചിലൊക്കെ വരും. കാരണം ഭയങ്കര സങ്കടമാണ്. ഇപ്പോഴും അവനെ കാണുമ്പോൾ അവനില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷേ ഇവൻ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ചിരിച്ച് ഇടയ്ക്കൊക്കെ മനസ്സ് തുറന്ന് ചിരിക്കും. ഐറ്റ കോമഡിയാണ് ചില സമയത്ത് കാണിക്കുന്നത്. അപ്പോൾ അവൻ്റെ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കൊണ്ടുപോയി നിറച്ച് വെച്ചു. ഒരു ബോട്ടിൽ ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് ഫുള്ള് പോവും. പിന്നെ ഇത് ശരിക്കും പറഞ്ഞ ഒരു അബദ്ധം തന്നെ പറ്റിപ്പോയി. ക്യാമറ ഇതായപ്പോൾ ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു പരിപാടി, അവൻ്റെ മുന്നിൽ വെച്ചിട്ട് അവൻ നോക്കി നിൽക്കാൻ തന്നെ ഞാൻ അവൻ്റെ കളി സാധനം എടുത്തിട്ട് ഇതുപോലെ ടബിൽ കൊണ്ടിടും. അപ്പോൾ അവന് കുറച്ചും ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവൻ. ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ടബിൽ വന്നിട്ട് അതെടുത്തിട്ട് എടുത്തുകൊണ്ട് പോകും. ഇനി കുറച്ചുകൂടെ വലുതാവുമ്പോൾ ആ ടബിൽ എല്ലാം വാരിയിടുന്ന ഒരു രീതിയിലൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ശരിക്കും ചെയ്യുമായിട്ടുള്ളൂ കേട്ടോ. പക്ഷേ അത് അതിൻ്റെ മനസ്സ് പോലെ ഇരിക്കും. അങ്ങനെയൊക്കെ പഠിപ്പിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ചുകൂടെ ആവണം. ഇപ്പം പറഞ്ഞാൽ കേൾക്കില്ല. ഇപ്പോൾ അവൻ എന്ത് ഡബിലിട്ടാലും അതെടുത്തുകൊണ്ട് പിന്നെയും കൊണ്ട് റൂമിൽ മുഴുവനാക്കി വെക്കും. അപ്പോൾ ഞാൻ അവൻ കാണത്തൊക്കെ തന്നെ ഞാൻ ചെയ്യും. അതിൻ്റെ ഇടയിൽ ഇപ്പം ഒരു 20 ദിവസമായിട്ട് ഞാൻ വർക്കൗട്ട് കണ്ടിന്യൂസ് ചാലഞ്ച് മാതിരി 20 ദിവസത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയി ടയേർഡായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.